അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. അതിലെ എസെൻഷ്യൽ ടാഗ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. HTML ടാഗ്, ബോഡി ടാഗ്, ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ്. ഇതെല്ലാം എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ടാഗ്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടാഗ്സ്. നമുക്ക് ആദ്യം കോമൺ ടാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺ ടാഗ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹെഡിങ് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ പാരാഗ്രാഫ് തിരിക്കാനായിട്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകളാണ് കോമൺ ടാഗ്സ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത്. പല ആദ്യത്തേതാണ് H1 to H6 വരെയുള്ള ടാഗുകൾ. ഹെഡിങ് ടാഗ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. H1, H2, H3, H4, H5, H6. അപ്പൊ ഇത് ഒരു ഹെഡിങ് കൊടുക്കാനായിട്ട്, നമ്മുടെ ഡോക്യുമെന്റിനകത്ത് ഒരു ഹെഡിങ് കൊടുക്കാനായിട്ടാണ് ഈ ഹെഡിങ് ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. H1 എന്ന് പറയുന്നത് ബിഗർ സൈസും H6 എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ സൈസുള്ള ഹെഡിങ്സിനാണ് നമ്മൾ ഈ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ചെയ്ത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് H1 എന്ന് പറയുന്നത് ഏറ്റവും ബിഗർ സൈസ് ഹെഡിങ്ങും H2 അതിനേക്കാൾ ചെറുതാണ്. ദെൻ അവസാനത്തെ സൈസാണ് H6 എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് അലൈൻ എന്ന് പറയുന്നത്. അതിന് 3 വാല്യൂസ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ ലെഫ്റ്റിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ സെന്ററിൽ നമുക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ഹെഡിങ് ടാഗിനകത്ത് ഒപ്പം ഈ അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് നിൽക്കും, റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ റൈറ്റിലോട്ട് നിൽക്കും, സെന്റർ എന്ന് പറയുകയാണെങ്കിൽ സെന്ററിലായിരിക്കും ആ ഹെഡിങ് പ്ലേസ് ആവുന്നത്. അടുത്തൊരു ടാഗാണ് പി ടാഗ്. പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി ടാഗ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പാരഗ്രാഫ് തിരിക്കേണ്ട ആ ഒരു ഡോക്യുമെന്റിന്റെ ടെക്സ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ പി ടാഗ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മൾ ഈ പാരഗ്രാഫ് എഴുതി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരു പാരഗ്രാഫ് തിരിച്ചിട്ടുള്ള ഫോമിലാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഡോക്യുമെന്റിനകത്ത് ഡിസ്പ്ലേ വരുന്നത്. പി ടാഗ് എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗ് ആണ്. അതുപോലെ അതിനുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അലൈൻ തന്നെയാണ്. നമുക്ക് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാം, റൈറ്റിലോട്ട് അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ സെന്ററിൽ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റിഫൈ എന്നുള്ള ഓപ്ഷൻ കൊണ്ട് നമുക്ക് പാരഗ്രാഫ് എന്നുള്ള അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ടിൽ വരുന്നുണ്ട്. അടുത്തതാണ് BR ടാഗ്. BR ടാഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് യൂസ് ചെയ്യുന്നത്. അത് എംപ്റ്റി ടാഗ് ആണ്. അതിന് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ക്ലോസിംഗ് ടാഗ് BRന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നില്ല. ഇപ്പൊ ഒരു ലൈൻ കഴിഞ്ഞ് നമ്മൾ BR കൊടുക്കുകയാണെങ്കിൽ ആ ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു എവിടെയാണ് BR ടാഗ് വർക്ക് ചെയ്തെന്നുള്ളത്. പി ടാഗും BR ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി ടാഗ് നമ്മൾ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ BR ടാഗ് നമ്മൾ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈൻ ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പി ടാഗ് എന്താണ്, കണ്ടെയ്നർ ടാഗ് ആണ്. പക്ഷെ BR ടാഗ് എന്ത് ടാഗാണ്, എംപ്റ്റി ടാഗ് ആണ്. അതിന് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് വരുന്നില്ല. അപ്പൊ അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ടാഗാണ് HR ടാഗ്. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HR ടാഗ് യൂസ് ചെയ്യുന്നത്. HR ടാഗ് BR ടാഗ് പോലെ തന്നെ എംപ്റ്റി ടാഗ് ആണ്. അതിന് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ HR ടാഗ് യൂസ് ചെയ്യുന്നത്. HR ടാഗിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര തിക്നെസ് വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ വിഡ്ത് സെറ്റ് ചെയ്യാം. നമുക്ക് എത്ര വിഡ്തിൽ വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കളർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അലൈൻ കൊടുക്കാം. അതായത് ലെഫ്റ്റിൽ വേണോ, റൈറ്റിൽ വേണോ, സെന്ററിൽ വേണോ എന്നുള്ള അലൈൻമെന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ആട്രിബ്യൂട്ട് കൂടി ഉള്ളതാണ് നോ ഷെയ്ഡ്. നോ ഷെയ്ഡ് ഹാസ് നോ വാല്യൂ. പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല നോ ഷെയ്ഡ് എന്ന് കൊടുക്കുന്നതിന്. അപ്പൊ ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് HR ടാഗിനകത്ത് വരുന്നത്. അടുത്തതാണ് സെന്റർ ടാഗ്. ഈ സെന്റർ ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. സെന്റർ ടാഗിനകത്ത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണോ അതിനെ നമ്മുടെ ബ്രൗസർ വിൻഡോന്റെ സെന്ററിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെന്റർ ടാഗ് യൂസ് ചെയ്യുന്നത്. സെന്റർ ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ ഈ സെന്റർ എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം. നമുക്ക് സെന്റർ ചെയ്യേണ്ട കണ്ടന്റ് എന്താണോ, അത് വേറെ ടാഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അതിനെ അതിനകത്ത് കൊണ്ടുവരിക. ദെൻ സെന്റർ ടാഗ് ക്ലോസ് ചെയ്യുക. ഈ ഫോർമാറ്റിലാണ് നമുക്ക് സെന്റർ ടാഗ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണത് വർക്കിംഗ് വരുന്നത്. അടുത്ത ടൈപ്പ് ടാഗ്സ് ആണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡോക്യുമെന്റിനകത്ത് എഴുതി കൊടുക്കുന്ന ടെക്സ്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് ഈ ടാഗുകൾ പറയുന്നത്.
ആദ്യത്തെ ടാഗാണ് ബി ടാഗ്. ആദ്യത്തെ ടാഗാണ് ബി ടാഗ്. നമുക്ക് ബോൾഡ് ആക്കാനായിട്ടാണ് ബി ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബോൾഡ് ആക്കുന്ന ടെക്സ്റ്റിന് നമ്മൾ ബി ടാഗിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. അപ്പൊ ബി ടാഗ് ഓപ്പൺ ചെയ്യാം, നമ്മൾ ടെക്സ്റ്റ് കൊടുക്കാം, ബി ടാഗ് ക്ലോസ് ചെയ്യുക. അത് കണ്ടെയ്നർ ടാഗ് ആണ്. പിന്നെ ഇതാണ് ഐ ടാഗ്. ഐ എന്ന് പറയുന്നത് ഇറ്റാലിക് ഫോമിൽ വരാൻ വേണ്ടിയിട്ടാണ് ഐ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സ്ട്രോങ്. സ്ട്രോങ് എന്ന് പറയുന്നത് ബോൾഡിന്റെ അതേ എഫക്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. യു ടാഗ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടെയ്നർ ടാഗുകളാണ്. അതുപോലെ സ്ട്രൈക്ക് അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന ടാഗ്, അത് നമുക്ക് ആ ഒരു ടെക്സ്റ്റിനെ സ്ട്രൈക്ക് ത്രൂ ചെയ്യാനായിട്ട്, അത് നമ്മളെ ടെക്സ്റ്റ് വെട്ടിയിട്ട പോലെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്ട്രൈക്ക് അല്ലെങ്കിൽ എസ് ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് ഇ എം എന്ന് പറയുന്ന ടാഗ്. എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഇറ്റാലിക്സിന്റെ അതേ എഫക്ട് തന്നെയാണ് അത് വരുന്നത്. പിന്നെ ഉള്ളതാണ് ബിഗ് എന്ന് പറയുന്ന ടാഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള നോർമൽ ഫോണ്ട് സൈസിനേക്കാളും +1 സൈസിലായിരിക്കും നമുക്ക് ആ ബിഗ് എന്ന് പറയുന്ന ടാഗിനകത്ത് കൊടുക്കുന്ന കണ്ടന്റ്സ് ഡിസ്പ്ലേ ആവുന്നത്. അടുത്ത ടാഗാണ് സ്മോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ള ഫോണ്ട് സൈസിനേക്കാളും ലെസർ 1 ആയിട്ടുള്ള സൈസിലായിരിക്കും നമുക്ക് കണ്ടന്റ്സ് ഡിസ്പ്ലേ ആവുന്നത്. അതാണ് സ്മോൾ എന്ന് പറയുന്ന ടാഗിന്റെ പ്രത്യേകത. പിന്നെയുള്ള 2 ടാഗുകളാണ് ബ്ലോക്ക് കോട്ട്, അതുപോലെ തന്നെ ക്യൂ ടാഗ്. ബ്ലോക്ക് കോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇന്റന്റ് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് നിർത്താനായിട്ട്, പാരഗ്രാഫിന്റെ എഫക്ട് പോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ മൊത്തം കണ്ടന്റ് നമുക്കൊരു ബ്ലോക്ക് കോട്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതാണ് ബ്ലോക്ക് കോട്ട് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ നമുക്ക് എത്ര പാരഗ്രാഫ്സ് വേണമെങ്കിൽ ബ്ലോക്ക് കോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാണ്, കൊട്ടേഷൻ മാർക്സ് ഡബിൾ കോട്ട്സിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇന്റന്റ് കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞ് ഡബിൾ കോട്ട്സിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ അല്ലെങ്കിൽ പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാഗാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് തന്നെയാണ് സബ്, അതുപോലെ തന്നെ സബ്. സബ്സ്ക്രിപ്റ്റ് ചെയ്യാനും സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ SUB അതുപോലെ SUP എന്ന് പറയുന്ന ടാഗുകൾ. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ സാധാ ലെവലിനേക്കാൾ താഴെ എഴുതുന്നതിനെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് വരുന്നേക്കാൾ മുകളിൽ എഴുതുന്നതിനെയാണ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ കെമിസ്ട്രി ഇക്വേഷൻസ് ഒക്കെ എഴുതാണെങ്കിൽ H2O എന്ന് എഴുതുമ്പോൾ നമ്മൾ H കെറ്റി എഴുതും, 2 താഴേക്കാണ് എഴുതുന്നത്, O Hന്റെ അതേ ലെവലിൽ തന്നെ എഴുതും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുള്ള ആ ഒരു ലെവലിന് തൊട്ട് താഴേക്കുള്ള ലെവലിലേക്ക് എഴുതുന്നതാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പവർ എഴുതുന്നത് A² അല്ലെങ്കിൽ 15th ജൂലൈ എന്നൊക്കെ പറയില്ലേ. അപ്പൊ TH 5th TH എന്ന് പറയുന്നത് നമ്മള് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അതുപോലെ വരുത്താനുള്ളതാണ് ഈ SUB അതുപോലെ തന്നെ SUP എന്ന് പറയുന്ന ടാഗുകൾ. നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുന്നത്. ആദ്യത്തേതാണ് H2O. H2O എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെയിം ലെവലിൽ വരുന്നതാണ് അതുപോലെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് H ആണ് ആദ്യം വരുന്നത്, H അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇനി നമുക്ക് സബ്സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഏതാണ്, 2 ആണ് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ 2ന് മുന്നിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കാം, SUB എന്നുള്ള ടാഗ് കൊടുക്കാം, 2നെ അതിനകത്ത് എഴുതി കൊടുക്കാം. ദെൻ SUB എന്നുള്ള ടാഗ് അവിടെ /SUB എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ദെൻ എന്താണ് വേണ്ടത്, H2O. O എന്ന് പറയുന്നത് Hന്റെ അതേ ലെവലാണ് വരേണ്ടത്. അപ്പൊ O എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്താക്കി എഴുതി കൊടുക്കുക. അപ്പൊ ഈ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, H2O എന്നുള്ളതാണ് നമ്മുടെ ബ്രൗസർ വിൻഡോയില് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഞാൻ അടുത്ത ഒന്നാണ് H2SO4. H2SO4 പോലെ തന്നെ H എഴുതി, 2 ആണ് നമുക്ക് ലോവർ ആയിട്ട് വരേണ്ടത്. അപ്പൊ SUB ഓപ്പൺ ചെയ്തു, അതിനകത്ത് 2 എഴുതി കൊടുത്തു. ദെൻ എന്ത് ചെയ്യാണ്, SUB ക്ലോസ് ചെയ്തു, /SUB ഇട്ടു. SO എന്നുള്ളത് Hന്റെ അതേ ലെവൽ തന്നെയാണ്. അപ്പൊ SO എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി കൊടുത്തു. ദെൻ 4 എന്താണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, SUB 4 എഴുതി കൊടുത്തു, /SUB ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്താണ് CACO3. CACO3 എങ്ങനെയാണ്, CACO എന്നുള്ളത് ഒരേ ലെവലാണ് വരുന്നത്. അപ്പൊ അതതുപോലെ തന്നെ എഴുതി. 3 മാത്രം നമുക്ക് എന്തായിട്ട് വന്നിട്ടുള്ളൂ, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ 3ക്ക് മുന്നിൽ നമ്മൾ എന്തെഴുതി കൊടുക്കണം, SUB ഓപ്പൺ ചെയ്യാം, 3 എഴുതാം, /SUB എന്നുള്ളത് അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഈ സൂപ്പർസ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്താ വ്യത്യാസം വരുന്നത്, നമ്മള് SUBക്ക് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, SUP എന്ന് പറയുന്ന ടാഗ് വേണം യൂസ് ചെയ്യാനായിട്ട്.
ഒരു എക്സാമ്പിൾ നോക്കാം. എ സ്ക്വയർ. എ സ്ക്വയർ എങ്ങനെ എഴുതാം? എ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി കൊടുക്കാം. ഇനി സ്ക്വയർ നമുക്ക് എന്താ വേണ്ടത്? സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വേണ്ടത്. സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് ഏതാണ്? SUP എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ SUP എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം? 2 എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. /SUP കൊടുക്കുക. അപ്പൊ നമുക്ക് എ സ്ക്വയർ എന്നുള്ളത് നമ്മുടെ വിൻഡോയിലെ ഡിസ്പ്ലേ കിട്ടും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. A+B ഹോൾ സ്ക്വയർ. A+B ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 മാത്രമേ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുള്ളൂ. ബാക്കിയെല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? A+B ബ്രാക്കറ്റ് ഇടുക. ദെൻ സ്ക്വയറിൽ 2 ആണ് വരുന്നത്. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 ആണ് വരുന്നത്. അപ്പൊ SUP 2 എഴുതാ. /SUP എഴുതി കൊടുക്കുക. Then A square plus 2AB plus B square. എഴുതാണ്. A square കൊണ്ട് എഴുതിയതാണ്. എന്താ എഴുതാ? A SUP 2/SUP plus 2AB അതുപോലെ തന്നെയാണ്. 2 സബ്സ്ക്രിപ്റ്റോ സൂപ്പർ സ്ക്രിപ്റ്റോ അല്ല. 2AB അതുപോലെ തന്നെ എഴുതി കൊടുക്കാം. പ്ലസ് അതുപോലെ തന്നെ എഴുതാം. B അതുപോലെ തന്നെ എഴുതാം. ഇനി B സ്ക്വയർ ആണ് വരുന്നത്. B സ്ക്വയർ എന്ന് വരുമ്പോ എന്ത് എഴുതണം? SUP ഓപ്പൺ ചെയ്യാം. അതിനകത്ത് 2 എഴുതി കൊടുക്കാം. ദെൻ SUP ടാഗ് ക്ലോസ് ചെയ്യും. ഇത് എഴുതാൻ എളുപ്പമാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാനുള്ള കോഡ് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. എളുപ്പമാണ്. സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ടാഗ് SUB ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് ഏതാണ്? SUP ആണ്. ഇത് എഴുതി കൊടുക്കുന്നത് അതിനും എളുപ്പമാണ്. എങ്ങനെയാണ്? നമുക്ക് ഏതാണോ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റോ ആക്കേണ്ടത് അതിനെ മാത്രം ഈ ഒരു ടാഗിനകത്ത് പിടിച്ച് എഴുതി കൊടുക്കുക. അത് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ SUB ആണെങ്കിൽ SUB ഓപ്പൺ ചെയ്യുക. ദെൻ 2 എഴുതി കൊടുക്കുക. ദെൻ /SUB നിങ്ങൾ എഴുതി കൊടുക്കുക. ഇത്രയും എളുപ്പമാണ് ഇത് എഴുതാനായിട്ട്. നമ്മൾ കോമൺ ടാഗ്സും അതുപോലെ തന്നെ ടെക്സ്റ്റ് ടാഗുകളും എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൽ നോക്കുന്നത്. അപ്പോൾ ടൈറ്റിലായിട്ട് കോമൺ ആൻഡ് ടെക്സ്റ്റ് ടാഗ് എന്ന് കൊടുത്തു. ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഹെക്സ് നമ്പർ കൊടുത്തു. ടെക്സ്റ്റിൻ്റെ കളറ് ബ്ലൂ ആക്കി കൊടുത്തു. ഇനി നമ്മൾ എൻവയോൺമെൻറ്റ് ഡേ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ സെൻറ്റർ ചെയ്തു. അതിനുവേണ്ടി സെൻറ്റർ ടാഗ് യൂസ് ചെയ്തു. H1 അത് ഏറ്റവും സൈസ് കൂടി H1 എന്നുള്ള ടാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ സ്ട്രോങ് കൊടുത്തു. ഇത് ബോൾഡ് വരാനാണ് സ്ട്രോങ് കൊടുത്തത്. അല്ലെങ്കിൽ ബോൾഡ് എന്നുള്ള B കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ക്ലോസ് ചെയ്തത് അവസാനം എഴുതി ആദ്യം ക്ലോസ് ചെയ്തു. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തു പോയി. ദെൻ BR ടാഗ് കൊടുത്തു. BR ടാഗ് എന്തിനാണ്? ബ്രേക്ക് ചെയ്യാൻ, ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ട് BR ടാഗ് കൊടുത്തു. ഇനി അതിന് താഴെ നമുക്ക് ഒരു ലൈൻ വരാനായിട്ട് HR ഹോറിസോണ്ടൽ ലൈൻ വരാനായിട്ട് HR ടാഗ് യൂസ് ചെയ്തു. അതിൻ്റെ വിഡ്ത്ത് 60% കൊടുത്തു. അലൈൻ ചെയ്യാൻ പറഞ്ഞു. സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാൻ പറഞ്ഞു. അതിനൊരു ഗോൾഡ് കളർ കൊടുത്തു. ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് BR ടാഗ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ലൈനിലേക്ക് അടുത്തത് വരാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അതിൽ നമ്മൾ എവറി ഇയർ വി സെലിബ്രേറ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഓൺ 5th ജൂൺ എന്നാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ 5th ജൂൺ എന്നുള്ളത് നമ്മൾ ബോൾഡ് ആൻഡ് ഇറ്റാലിക്കായിട്ട് വരാനായുള്ള ടാഗുകൾ കൊടുത്തു. പിന്നെ 5th എന്നുള്ളത് TH എന്നുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് വരാനായിട്ട് SUP എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് ഫോമായിട്ടുള്ള SUP എന്നുള്ള ടാഗ് യൂസ് ചെയ്തു. അപ്പോൾ TH എന്നുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് വരും. ഇനി അടുത്ത സെൻറ്റൻസ് നമ്മൾ കൊടുത്തു. ലെറ്റ് us have message to all on this occasion. ദെൻ ബ്ലോക്ക് കോട്ട് എടുത്തു. ബ്ലോക്ക് കോട്ട് നമ്മൾ പഠിച്ചതാണ് ഒരു സ്പേസ് വന്നത് പാരഗ്രാഫ് പോലെ സ്പേസ് മാറിയിട്ട് വരാനായിട്ടാണ് ബ്ലോക്ക് കോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ജൂൺ 5th എന്നുണ്ട്. അപ്പോൾ ജൂൺ 5th ബോൾഡാക്കിയിട്ടും TH എന്നുള്ളതിനെ സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് കൊടുത്തു. ഇനി താഴെ നമ്മൾ കോട്ട്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് Q എന്നുള്ള ടാഗ് യൂസ് ചെയ്തു. ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. HTML ക്ലോസ് ചെയ്തു. നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. എൻവയോൺമെൻറ്റ് എന്നുള്ളത് സെൻറ്റർ ചെയ്ത് H1 സൈസിൽ നമുക്കവിടെ വന്നിട്ടുണ്ട്. ദെൻ അതിനടിയിലൊരു ലൈൻ ഗോൾഡ് കളറിൽ നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈൻ വന്നു. ദെൻ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന 5th ജൂൺ അത് ബോൾഡ് ഇറ്റാലിക് ഫോമിൽ TH എന്നുള്ളത് സൂപ്പർ സ്ക്രിപ്റ്റായിട്ടും വന്നു. ഈ താഴെ നോക്കുക. ജൂൺ 5th ഇസ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നുള്ളത് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമുക്കൊരു പാരഗ്രാഫ് തുടങ്ങുന്ന പോലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബ്ലോക്ക് കോട്ടിൽ കൊടുത്ത കാരണമാണ് നമ്മൾ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ലൈനിൽ. ദെൻ താഴെ കീപ് യുവർ വേൾഡ് ക്ലീൻ ആൻഡ് ക്യൂൺ എന്നുള്ളത് നമ്മുടെ കോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അത്രയാണ് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് പഠിക്കാനുള്ളത്. ഇനിയുള്ളൊരു ടാഗാണ് അഡ്രസ് ടാഗ് എന്ന് പറയുന്നത്.
അഡ്രസ് ടാഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ എന്തിനാണ്, അത് നമ്മുടെ കോൺടാക്ട് അഡ്രസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ അത് ഇറ്റാലിക് ഫോർമാറ്റിലാണ് ഒരുവിധം ബ്രൗസേഴ്സിൽ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. HTML ഹെഡ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ് എന്നുള്ള ടാഗിനകത്ത് എന്ത് കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ SCRT, ദെൻ ബ്രേക്ക് കൊടുത്തു, പൂജപ്പുര ട്രിവാൻഡ്രം, ദെൻ അതിന്റെ പിൻകോഡും ടെലിഫോൺ നമ്പറും ഒക്കെ കൊടുത്തു, അഡ്രസ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് നോക്കിയേ. ഔട്ട്പുട്ട് നമ്മൾ നോക്കുക, ഔട്ട്പുട്ട് എല്ലാം ഇറ്റാലിക് ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു ടാഗാണ് പ്രീ ടാഗ്. പ്രീ ഫോർമാറ്റഡില് ഡിസ്പ്ലേ വരാനാണ് പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ നമ്മള് വീഡിയോ എടുത്തപ്പോ ആദ്യം ഞാൻ ആ ബോഡി ടാഗ് കാണിച്ചപ്പോ ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എന്റർ കീ പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലാണ് ഞാൻ കൊടുത്തത്. പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് എടുത്തപ്പോൾ ഡിസ്പ്ലേ വന്നത് എങ്ങനെയായിരുന്നു, ഒറ്റൊരു സിംഗിൾ ലൈനിലാണ് എനിക്ക് ഡിസ്പ്ലേ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ടാഗുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ആ കൊടുത്ത ഫോർമാറ്റിൽ തന്നെ ഡിസ്പ്ലേ വരുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ യൂസ് ചെയ്യേണ്ട ടാഗാണ് ഈ പ്രീ ടാഗ് എന്ന് പറയുന്ന ടാഗ്. നമ്മൾ പ്രീ ടാഗിനകത്ത് എങ്ങനെയാണോ നമ്മൾ കൊടുത്തത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ വരുന്നത്, നമ്മുടെ ബ്രൗസർ വിൻഡോയിലെ ഡിസ്പ്ലേ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പ്രീ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. നോക്കാം, ഒരു ടെക്സ്റ്റുള്ള പ്രോഗ്രാമാണ്. അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രീ ടാഗിനകത്താണ് നെക്സ്റ്റ് ലൈനിലായിട്ട് ഒരു ടാബ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ, ഡോണ്ട് പൊല്യൂട്ട് എയർ, അങ്ങനെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നോക്കാം, എന്താ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് നമ്മൾ ആ പ്രീ ടാഗിനകത്ത് എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിലും ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ പ്രീ ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തന്ന ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോമൺ ടാഗുകളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗും പിന്നെ നമ്മുടെ അഡ്രസ് ടാഗ്, പ്രീ ടാഗ് ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.